ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് വക്കീൽ നോട്ടീസ് അയച്ച UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജോയ്സ് ജോർജ് നടത്തിയ ആരോപണത്തിനെതിരെയാണ് ഡീൻ കുര്യാക്കോസ് മാനനഷ്ട കേസ് നൽകിയത്. ആരോപണം പിൻവലിച്ച് 15 ദിവസത്തിനകം പരസ്യമായി മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രാഹുൽ, ഇതിലെ പ്രധാന ആവശ്യം ആരോപണം പിൻവലിച്ച് 15 ദിവസത്തിനകം പരസ്യമായി മാപ്പ് പറയണം എന്നുള്ളത് മാത്രമാണോ? ഏറ്റവും പ്രധാനമായും വക്കീൽ നോട്ടീസിൽ പറയുന്ന ആ കാര്യമാണ്. ഇതിൽ ജോയ്സ് ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പാർലമെന്റിൽ CAA എതിർത്ത് വോട്ട് ചെയ്യാത്ത ആൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉപവാസ സമരവുമായി എത്തിയത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിന്റെ മൂന്നാറിലെ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരാമർശം. ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ എന്തായാലും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഡീൻ ഇതിനൊരു വിശദീകരണം നൽകുകയും ചെയ്തതാണ്. CAA-ക്കെതിരെ താൻ വോട്ട് ചെയ്തുവെന്നും ജോയ്സ് നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമാണ് എന്നുള്ളത് ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട്. ഇതിനെതിരെ എന്തായാലും മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഡീനിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന്റെ ആദ്യപടിയായാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.